സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയും നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയും കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ ആഴിയും നാഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കാം. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു ഒരു നിലയങ്കി അവനുണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. 22 വാക്യം മുതൽ. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ഒരു കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു. യോസേഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്തൊരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദാ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറിച്ചിട്ട് എന്തുപകാരം? വരുവിൻ, നാം അവനെ ഇസ്മായേല്യർക്ക് വിൽക്കുക. നാം അവന്റെ മേൽ കൈവയ്ക്കരുത്. അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. അമേരിക്കയിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിനോട് അവിടെ കുടിയേറിയ വെള്ളക്കാർ അവരുടെ ഭൂമി വിൽക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ചീഫ് സിയാറ്റിൽ എന്ന അവരുടെ ഒരു ഗോത്രത്തലവൻ പ്രസിദ്ധമായി ഇങ്ങനെ മറുപടി നൽകി: നിങ്ങൾക്ക് എങ്ങനെ ആകാശമോ നിലമോ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കും? ഈ ആശയം ഞങ്ങൾക്ക് വിചിത്രമാണ്. വായുവിന്റെ ശുദ്ധതയും വെള്ളത്തിന്റെ തിളക്കവും ഞങ്ങൾക്ക് സ്വന്തമല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവ വാങ്ങുവാനാകും? ദൈവത്തിന് തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരോടുള്ള മനോഭാവം അവർക്ക് നൽകുന്ന ഭൗമിക അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യ്ക്കും. എല്ലാവർക്കും സൗജന്യമായി അനുഭവിക്കുവാനായി മഴയും വെയിലും കാറ്റും ഭൂമിയും വായുവുമെല്ലാം അവൻ പ്രദാനം ചെയ്യുന്നു. എന്നാൽ മനുഷ്യർ ഈ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പരിമിതപ്പെടുത്തുന്നു. അവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഈ മനോഭാവം അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലുമെല്ലാം കാണാവുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ തന്റെ ഇഷ്ടപുത്രനോടുള്ള അമിത സ്നേഹം ദുഃഖത്തിന്റെ താഴ്വരയിലേക്ക് തന്നെ നയിച്ചു. ഏശാവിന്റെ ആദ്യ 2 ഭാര്യമാരും കനാന്യരായിരുന്നു എന്ന് ഉൽപ്പത്തി 36 അധ്യായം മുതൽ വ്യക്തമാവും. തന്നെയുമല്ല, അവൻ കനാൻ വിട്ട് ഏദോം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട സെയീരിൽ വന്ന് താമസം. ഏശാവ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ലാഘവത്തോടെ കണ്ടതിനാൽ അവൻ താമസിയാതെ ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും പുറത്തേക്ക് പോയി. മോശയുടെ കാലമായപ്പോഴേക്കും ഏദോമ്യർക്ക് യഹോവയോടുള്ള വിദ്വേഷം വളരെ വർദ്ധിച്ചിരുന്നതിനാൽ ഇസ്രായേല്യർ ഏദോമിലൂടെ കനാനിലേക്ക് പോകുവാൻ അവർ വിസമ്മതിച്ചു. പിന്നീട് ശൗലിന് ഏദോമ്യരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു.
അമസ്യാവിന്റെ കാലമായപ്പോഴേക്കും അവർ അവരുടേതായിട്ടുള്ള ദേവന്മാരെ ആരാധിക്കുവാൻ ആരംഭിച്ചു. യെരമ്യാവിന്റെ പ്രവചനത്തിൽ ഏദോമിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രവചനമുണ്ട്. 49 അധ്യായത്തിന്റെ 17-18. ഏദോം ഭീതി വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും ഭയപ്പെട്ട് അതിന്റെ സകല ബാധകളും നിമിത്തം നിന്ദയോടെ പെരുമാറും. സോദോമും ഗൊമോരയും അവയുടെ അയൽപട്ടണങ്ങളും നശിച്ചു പോയ ശേഷം എന്ന പോലെ അവിടെയും ആരും വസിക്കുകയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യാക്കോബിന്റെ ഇതുവരെയുള്ള ജീവിതവും എല്ലാം മാതൃകപരമായിരുന്നില്ല. എന്നിരുന്നാലും തന്നിൽ ആശ്രയിക്കുന്ന വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ കൃപയും ദീർഘക്ഷമയും നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാവുന്നതാണ്. ഒരുപക്ഷെ നമ്മളിൽ മിക്ക പേരും കുടുംബജീവിതത്തിന്റെ ശരിയും തെറ്റും ആഴത്തിൽ ചിന്തിക്കാതെയാണ് അതിലേക്ക് കാലെടുത്ത് വെച്ചത്. സ്വന്തം മാതാപിതാക്കന്മാരുടെ വീട്ടിലും ചുറ്റുപാടിലും കണ്ട അതേ കുടുംബ മാതൃകകൾ നാം അതേപടി നമ്മുടെ കുടുംബത്തിലേക്കും പകർത്തുന്നു. കുടുംബജീവിതത്തിൽ നാം കണ്ടിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ ശരിയോ തെറ്റോ ആകാം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അവയെ വിശകലനം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മുൻപുള്ള തലമുറകളിൽ സംഭവിച്ച അതേ തെറ്റുകൾ നാം തുടർന്നും ആവർത്തിച്ചേക്കാം. ഇവിടെയും തന്റെ സഹോദരൻ ഏശാവിനെ തന്റെ പിതാവ് തന്നേക്കാൾ വളരെയധികം സ്നേഹിച്ചപ്പോൾ മക്കളോട് അമ്മയപ്പന്മാർ കാണിക്കുന്ന പക്ഷപാതത്തിന്റെ വേദന യാക്കോബ് അറിഞ്ഞിട്ടുണ്ടാകും. തന്റെ അമ്മയുടെ പക്ഷപാതം ഭർത്താവിനോടും മൂത്ത മകനോടുമുള്ള അവളുടെ അവിശ്വസ്തതയ്ക്ക് കാരണമായത് എങ്ങനെയെന്നും അവൻ കണ്ടിരുന്നു. എന്നിട്ടും അവൻ യോസേഫിനോടും ബെന്യാമീനോടും അതേ കാര്യം തന്നെ ആവർത്തിച്ചു. പുതിയ നിയമം 6 തവണ ദൈവം വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷപാതം കുടുംബത്തിന്റെ ഐക്യത്തെ നശിപ്പിക്കുന്നതിനാൽ നാം അത് തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും വേണം. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ യോസേഫിന് ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ലഭിച്ചിരുന്നു. മഹത്വമുള്ളൊരു ഭാവിയിലേക്കാണ് ഈ സ്വപ്നങ്ങൾ വിരൽ ചൂണ്ടിയത്. പരീക്ഷണങ്ങളെ പ്രത്യാശയോടെ സഹിച്ചു നിൽക്കുവാൻ അവനെ ശക്തിപ്പെടുത്തുവാനായിരുന്നു ദൈവം അവ നൽകിയത്. ദൈവം തന്റെ കാരുണ്യത്തിലും വിശ്വസ്തതയിലും പരീക്ഷണങ്ങൾക്ക് മുമ്പേ തന്നെ അതിനായി നമ്മെ ഒരുക്കുന്നു. എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ സ്നേഹനിർഭരമായ ഉദ്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ യോസേഫിന്റെ ദർശനങ്ങൾ അവനെ സഹായിച്ചു. അവൻ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ തന്നെ ഉയർത്തുവാൻ ശ്രമിച്ചില്ല. അവൻ പിതാവിനെ അനുസരിക്കുകയും സഹോദരങ്ങളെ സേവിക്കുകയും ചെയ്തു. അവർ ആടുകളെ മേയ്ക്കുമ്പോൾ അവൻ അവരെ വിവിധ സ്ഥലങ്ങളിൽ ഉത്സാഹത്തോടെ തിരഞ്ഞതായി നാം വായിക്കുന്നു. നാം നമ്മുടെ സ്വപ്നങ്ങളെയല്ല, ആ സ്വപ്നങ്ങൾ തന്ന ദൈവത്തെയാണ് പിന്തുടരേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നത് നമ്മുടെ ഹൃദയത്തെ തകർത്തേക്കാം. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ മുറുകെ പിടിക്കുന്നതിന് പകരം നാം കർത്താവിനെ അനുസരിച്ചാൽ ദൈവം തന്റെ ഉദ്ദേശങ്ങൾ നമ്മിൽ നിറവേറ്റും. ദൈവത്തിന്റെ പാതകൾ പലപ്പോഴും മറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ പ്രതികൂലങ്ങൾക്ക് മധ്യേയും അവൻ തന്റെ പദ്ധതികൾ നമ്മിൽ നിറവേറ്റുന്നു. വില്യം കൂപ്പർ എന്ന ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദുർബലമായ വിവേചനത്തോടെ കർത്താവിനെ വിധിക്കാതെ അവന്റെ കൃപയ്ക്കായി അവനിൽ വിശ്വസിക്കുക. നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്ന മേഘപാളികൾ ഒരുപക്ഷെ ദൈവത്തിന്റെ കാരുണ്യത്താൽ നിറഞ്ഞതായിരിക്കാം. നാം ക്ഷമയോടെ കാത്തിരുന്നാൽ അവ നമ്മുടെ മേൽ ആശിഷമായി അയച്ചൊരിയുകയും ചെയ്യും. നമ്മുടെ ജഡീക സ്വഭാവത്തിന്റെ പ്രതിഫലനങ്ങൾ നാം യോസേഫിന്റെ സഹോദരന്മാരിൽ കാണുന്നുണ്ട്. അവരുടെ സ്വഭാവം തിന്മ നിറഞ്ഞതായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം അവയെ മറച്ചുവെക്കുകയാണ് അവർ ചെയ്തത്. നീതിമാൻ ശാസന സ്വീകരിക്കുകയും ജ്ഞാനിയാകുകയും ചെയ്യുന്നു. ദുഷ്ടന്മാർ അതിൽ നീരസപ്പെടുകയും തങ്ങളെ ശാസിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, യോസേഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളുടെ പിതാവ് എല്ലാ മക്കളെക്കാൾ ഉപരി അവനെ സ്നേഹിക്കുന്നു എന്ന വസ്തുത ആ സഹോദരന്മാരെ അസൂയാലുക്കളാക്കി. അസൂയയാണ് പല മാരക പാപങ്ങളുടെയും മൂലകാരണം. അത് ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചതായി നാം ഹാബേലിന്റെ കാര്യത്തിൽ കാണുന്നു. കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കൊലപാതകം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, അതും അസൂയ മൂലമായിരുന്നു.
അസൂയയുടെ വിപരീതം സംതൃപ്തിയും വിനയവുമാണ്. അതായത് ദൈവത്വത്തോടുള്ള സന്തോഷകരമായ സമർപ്പണം. നമുക്കവനെ കൊല്ലാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകും എന്ന് നോക്കാം എന്ന് യോസേഫിന്റെ സഹോദരന്മാർ പറഞ്ഞതായി നാം വായിക്കുന്നു. അത് യോസേഫിന്റെ സ്വപ്നമല്ല, മറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശവും പദ്ധതിയുമാണെന്ന് തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതികളെ തകർക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അനുഗ്രഹം ലഭിക്കുന്നവനെ കാണുമ്പോൾ അത് നൽകുന്നവനെ കാണാതിരിക്കുന്നത് എത്ര സങ്കടകരമാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം കാണാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കാം. യോസേഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി കരയുമ്പോൾ തങ്ങളുടെ സഹോദരന്മാർ ഭക്ഷണത്തിനിരിക്കുവാൻ കഴിഞ്ഞത് അവരുടെ കഠിന ഹൃദയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. വരും വർഷങ്ങളിൽ ഈ കുറ്റബോധം പേറി നടക്കുവാൻ അവർക്കിടയായി. നിരപരാധി ആണെങ്കിലും ആദ്യം ശിമയോനും പിന്നീട് ബെന്യാമീനും മിസ്രൈമിൽ തടവിലാക്കപ്പെടുമെന്ന ഭീഷണി ഉയർന്നപ്പോൾ കുറ്റകരമായ ഈ ഓർമ്മകൾ അവരുടെ വാക്കുകളിലേക്ക് പൊടുന്നനെ കയറി വന്നു. അവർ വിലപിക്കുന്ന പിതാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതായി നാം വായിക്കുന്നു. പക്ഷേ അതെന്തൊരു കാപട്യമാണ്. അവർക്കൊരിക്കലും അവരുടെ പിതാവിനോട് സത്യം വെളിപ്പെടുത്തുവാൻ സാധിച്ചില്ല. അവരുടെ സഹോദരൻ മരിച്ചിട്ടില്ല എന്ന സത്യം പിതാവിനെ യഥാർത്ഥമായി ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ രഹസ്യം പുറത്തുവിടാതെ അവർക്കത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നുണകൾ ഒരിക്കലും ദുഃഖിക്കുന്ന ആത്മാവിനെ ആശ്വസിപ്പിക്കുവാൻ ഉതകുകയില്ല. സഹോദരന്റെ വസ്ത്രം ധരിച്ച് വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് തന്റെ വയോധികനും അന്ധനുമായ പിതാവിനെ വഞ്ചിച്ചു. ഇപ്പോൾ പല നിറങ്ങളിലുള്ള അവന്റെ നിലയങ്കി ഉപയോഗിച്ച് യോസേഫ് മരിച്ചുപോയി എന്ന് വരുത്തി തീർക്കാൻ അവന്റെ സ്വന്തം മക്കൾ അവനെ വഞ്ചിക്കുന്നു. നാം ആരെയെങ്കിലും വഞ്ചിക്കുമ്പോൾ അതേ അളവിൽ അത് നമ്മിലേക്ക് മടങ്ങി വരുമെന്ന് നാം ഓർക്കുക. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം സ്വപ്നങ്ങളിലൂടെ യോസേഫിന് നൽകിയ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാതെ യാക്കോബ് നിരാശയുടെ അടിത്തട്ടിലേക്ക് കൂപ്പുകുത്തി വീണു. നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാം. സദൃശവാക്യം 14:32 ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. എല്ലാറ്റിനുമുപരി അവനെയും അവന്റെ വാഗ്ദത്തങ്ങളെയും വിലമതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതാണ് ഫലപ്രാപ്തിയുടെയും സംതൃപ്തിയുടെയും ഏക വഴി. അവൻ നമ്മോടൊപ്പം ഉള്ളതിനാൽ നാം ചെയ്യുന്നതെല്ലാം സമർത്ഥമാകും. ദൈവത്തിന് സ്തോത്രം. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം